ജീവിതത്തെക്കുറിച്ച് പറയുന്ന പ്രോഗ്രാം മരണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ആരംഭിക്കുക എന്നത് ഒരു ഐറണിയാണ്. എന്നാൽ ആ ഒരു ഐറണിക്ക് സാക്ഷ്യം വഹിക്കും പുനർജനി 2025 എന്ന പ്രോഗ്രാം. അന്ന് ആദ്യത്തെ സെഷൻ എടുക്കുന്നത് ബിജു സാറാണ്. അദ്ദേഹം സൈക്കിക് ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്ന ഒരു പാരാസൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. എപ്പിറ്റാഫാണ് ആ സെഷൻ, മരണത്തെക്കുറിച്ചുള്ള വിചിന്തനം. അപ്പോൾ എന്തുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള സെഷനുമായിട്ട് പുനർജനി 2025 ആരംഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് മരണം എന്ന് പറയുന്നത് തന്നെയാണ്. കാര്യം ജീവിതം മരണം ഈ രണ്ടാണ് നമ്മുടെ ശാശ്വതമായ രണ്ട് സത്യങ്ങളേ ഉള്ളൂ. അതിനിടയ്ക്കുള്ള വെറും ഒരു ചെറിയ മൈക്രോ സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ ശരിക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഒരു ശ്വാസം വിടുന്നു എടുക്കുന്നു എന്നുള്ള ആ ഒറ്റ അതിനിടയ്ക്കുള്ള മൈക്രോ സെക്കൻഡ്സ് മാത്രമേ നമ്മുടെ ജീവിതം എന്നുള്ള ഒരു സംഭവമുള്ളൂ. അതുകൊണ്ട് തന്നെ ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് കൂടുതൽ ക്രിയാത്മകമായിട്ട് ഈ നിമിഷം ആഘോഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മളെ പര്യാപ്തമാക്കാൻ നമ്മുടെ മനസ്സിനെ തയ്യാറാക്കുകയാണ് എപ്പിറ്റാഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മരണത്തെക്കുറിച്ചുള്ള വിചിന്തനം, എപ്പിറ്റാഫ്. ആനവാൽ മോതിരം എന്നുള്ള സിനിമ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതിനകത്ത് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. അയാൾ ആദ്യം സിനിമ തുടങ്ങുമ്പോഴത്തേക്ക് വളരെ ടിമിഡായിട്ടുള്ള, വളരെ ഷൈ ആയിട്ടുള്ള, ഒട്ടും ധൈര്യമില്ലാത്തൊരു പോലീസ് ഓഫീസറാണ്. എന്നാൽ കഥയുടെ ഒരു പ്രത്യേക നിമിഷത്തിൽ അദ്ദേഹം തിരിച്ചറിയുകയാണ് തൻ്റെ മരണം ആസന്നമായിരിക്കുന്നു. പിന്നെ അദ്ദേഹം നടത്തുന്ന ഒരു ഷോ ഉണ്ട് അവിടെ. അതായത് പിന്നെ അദ്ദേഹം ബോംബ് ബ്ലാസ്റ്റ് പിടിക്കുന്നു, ഭീകരരെ അമർച്ച ചെയ്യുന്നു. പിന്നെ അദ്ദേഹം കാണിക്കുന്ന ഒരു ഷോ ഉണ്ട് അവിടെ. അതായത് അതിന് അദ്ദേഹത്തെ പ്രാപ്തമാക്കിയത് എന്താണ്? ശരിക്കും അദ്ദേഹത്തിൻ്റെ മരണം ആസന്നമായി എന്നുള്ള ആ ഒരു ചിന്തയാണ്. ശരിക്കും ഒരിക്കലും എപ്പിറ്റാഫ് എന്ന് പറയുന്ന സംഭവം ട്രെയിനിങ് ഫീൽഡിലുള്ളവർക്ക് അറിയാം, അതൊരു വളരെ പവർഫുൾ ടൂളാണ്. ഒരിക്കലും ഒരു ക്രൗഡ് ഓഡിയൻസിൽ, ഒരു കുട്ടികൾ കൂടി ഇരിക്കുന്ന സദസ്സിൽ അതിൻ്റെ ഒരു ശരിയായ ഗ്രാവിറ്റിയിൽ എപ്പിറ്റാഫ് കൊടുക്കാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ പുനർജനി 2025 ഭാഗമായിട്ട് എപ്പിറ്റാഫ് കൊടുക്കുന്നുണ്ടെന്ന് ആൾറെഡി എന്നെ NLP പഠിപ്പിച്ച ഫാദർ ടോബി, ആത്മമിത്ര കാലടി, ഫാദർ ടോബി ജോസഫ്, അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹം എന്നെ തട്ടി വിലക്കി, ഗിരീഷ് അത് വേണ്ട, കാര്യം എപ്പിറ്റാഫ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പവർഫുൾ ടൂളാണ്. അത് കാലടി ആത്മകഥയിലെ NLP ബേസിക് കോഴ്സിൻ്റെ അവസാനത്തെ സെഷനിൽ, അതായത് 4 ദിവസം പൂർത്തിയായി 5ാമത്തെ ദിവസമാണ് ഈ എപ്പിറ്റാഫ് കൊടുക്കുന്നത്. അതൊരു ക്ലോസ് ഓഡിയൻസിനാണ്. മീൻസ് ഒരു 18 വയസ്സിന് പൂർത്തിയായിട്ടുള്ള ആളുകൾ അത് 4 ദിവസം വരെ നിരീക്ഷിച്ചിട്ട് അവരുടെ വൈകാരികമായ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അപ്പോഴും ഇത് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ സേവനം കൂടി ഉണ്ട്. അവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആത്മഹത്യയിൽ കോഴ്സിനോടൊപ്പം തന്നെ ഉള്ളതാണ്. അപ്പോൾ അത്രയും കാഷ്വാലിറ്റി വരുമെന്ന് നോക്കിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ ആത്മഹത്യയെ കൊടുക്കുന്ന ഗ്രാവിറ്റിയിൽ കൊടുക്കത്തില്ല. അതിൻ്റെ ഒരു 100 മടങ്ങ് ഡൈല്യൂട്ടഡ് വേർഷനായിരിക്കും കൊടുക്കുന്നത്. എന്ന് മാത്രമല്ല അത് ബിജു സാറായിരിക്കും കൊടുക്കുന്നത് എപ്പിറ്റാഫ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ രംഗത്ത് വളരെയധികം പ്രശസ്തനായ ട്രെയിനറാണ്. നമ്മളത് കൃത്യമായ അളവിൽ കുട്ടികളൊക്കെ ഇരിക്കുന്ന സദസ്സാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ട് അത് കൊടുക്കും. അത് ശരിക്കും ആ ഒരു വലിയൊരു ഇൻസൈറ്റ് ആയിരിക്കും അത് പകർന്ന് കിട്ടുന്നത്. ആ ഒരു എന്താ പറയുക, വല്ലാത്തൊരു അനുഭൂതി ആയിരിക്കും. കാലടിയിൽ എനിക്കറിയാം, ഞാൻ 2017 ആദ്യമായിട്ട് കാലടിയിൽ ആത്മമിത്ര സെൻറ്ററിൽ ബേസിക് ചെയ്യുന്നത്. അതിൽ അന്ന് എനിക്ക് ശരിക്കും ഞാൻ ഓർക്കുന്നുണ്ട്, എപ്പിറ്റാഫിൻ്റെ സെഷനൊക്കെ വന്നപ്പോഴത്തേക്ക് അലമുറയിട്ട് കരയുക, ഒരു മെൻ്റൽ അസൈലത്തിൽ എങ്ങനെ കയറുന്നു ആ സമയത്തുള്ള ആ ഒരു അലമുറയിട്ടുള്ള കരച്ചിലും വല്ലാത്തൊരു ആഗണിയാണ് ആ സമയത്ത്. പക്ഷേ എല്ലാം കഴിയുമ്പോൾ ഒരു റിലാക്സേഷനുമാണ്. പക്ഷെ ഒരിക്കലും ആ ഒരു ഗ്രാവിറ്റി ഞങ്ങൾ കൊടുക്കത്തില്ല. കാര്യം കുട്ടികളുടെ സദസ്സാണ്, മിക്സഡ് ഓഡിയൻസാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലൈറ്റർ വേർഷൻ ഓഫ് എപ്പിറ്റാഫ് അവിടെ അന്നുണ്ടായിരിക്കും. പിന്നെ ഇത്രയും പറയുമ്പോൾ കാലടി ആത്മമിത്രയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ആത്മമിത്രയിൽ എന്താണ് ചെയ്യുന്നത്, പലരും എന്നോട് ചോദിച്ച് എൻ്റെ റെഫറൻസിൽ തന്നെ ഒരുപാട് പേരോട് NLP ചെയ്യാൻ പോയിട്ടുണ്ട്. ശരിക്കും ആത്മമിത്ര എന്ന് പറയുന്നത്, ആത്മമിത്രയും സമീക്ഷയും ഒരു സ്പിരിച്വൽ സെൻറ്റർ എന്നുള്ള രീതിയിൽ ഒരിക്കലും ഒരു പ്രത്യേക മതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്റർ അല്ല. അത് എല്ലാ മതങ്ങളെയും സാരാംശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു പ്രസ്ഥാനമാണെന്ന് പറയാം. അതിനകത്ത് ഫാദർ ടോബി ജോസഫ് ജെസ്യൂട്ട് പ്രീസ്റ്റാണ്. അദ്ദേഹമാണ് അതിൻ്റെ ചീഫ് ട്രെയിനറും ഡയറക്ടറും എല്ലാം. അപ്പോൾ അദ്ദേഹം ഒരുപാട് ബുക്സ് എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. കാലടി ആത്മമിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ബുക്സ് ഒരുപാടെണ്ണം ഉണ്ട്. കുറച്ച് ബുക്സ് ഞാനത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. 1 മിനിറ്റ്. ഫാദർ ടോബി എഴുതിയ ബുക്കുകളിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളൊരു ബുക്കാണ് അലൗ ദെം ടു ബ്ലൂം. മലയാളത്തിൽ പറഞ്ഞാൽ ആ മുകുളങ്ങൾ വിരിയട്ടെ, അലൗ ദെം ടു ബ്ലൂം. ഇത് അബ്യൂസ് അവയർനെസ്സിനെ പറ്റിയിട്ടുള്ളൊരു ബുക്കാണ്. ശരിക്കും ഞാൻ ഈ ബുക്കിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു 50 കോപ്പി ആത്മഹത്യ എഴുതുന്ന വില കൊടുത്ത് മേടിച്ചിട്ട് ഞാൻ എൻ്റെ ട്രെയിനിങ്ങുകൾക്കിടയിൽ ഒരു കൺസെഷണൽ റേറ്റിൽ കൊടുക്കാറുണ്ട്.
അതായത് ശരിക്കും ഇതിൻ്റെ വില 75 രൂപയാണ്. ഞാനിത് 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കാര്യം എനിക്കത് കിട്ടിയതും 50 രൂപയ്ക്ക് തന്നെയാണ്. കാര്യം അച്ഛനുമായിട്ടുള്ള എൻ്റെ ബന്ധം വെച്ചിട്ട് ഞാനിത് കൊടുക്കുന്ന സദുദ്ദേശത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് കൊണ്ടും അച്ഛൻ എനിക്കിത് 50 രൂപയ്ക്ക് എനിക്ക് തന്ന ബുക്കാണ്. ശരിക്കും ഞാനിത് 50 രൂപയ്ക്ക് തന്നെ വിൽക്കുകയും ചെയ്യുന്നു, ഒരു ലാഭം എടുക്കാതെ. ശരിക്കും ഈ ഒരു ബുക്ക് ചെറിയ ബുക്കാണ്, പക്ഷേ ടീനേജേഴ്സ്, കൗൺസിലേഴ്സ്, ട്രെയിനേഴ്സ്, ടീച്ചേഴ്സ് എല്ലാവരും അത്യാവശ്യം വായിച്ചിരിക്കുന്ന ബുക്കാണ്. അന്നത്തെ ദിവസം ഞാൻ ഈ ബുക്ക് കുറച്ച് 3-5 കോപ്പി ഇനി ബാക്കിയുള്ളൂ, അത് കൊണ്ടുവരും, താല്പര്യമുള്ളവർക്ക് മേടിക്കാം. അപ്പോൾ അതുപോലെ വേറൊരു ബുക്കാണ് ബൂസ്റ്റ് യുവർ മെമ്മറി മാസ്റ്റർ യുവർ മൈൻഡ്. ബൂസ്റ്റ് യുവർ മെമ്മറി മാസ്റ്റർ ദി വേൾഡ്. അതായത് ഇതിനകത്ത് ആത്മമിത്രയുടെ ടീൻ ടാലൻറ്റ് സീരീസ് എന്ന് പറയുന്ന സീരീസിലാണ് ഈ ബുക്ക് വരുന്നത്. ശരിക്കും ഇതിനകത്ത് NLP ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നല്ല രീതിയിൽ ഓർമ്മ നിലനിർത്തുന്നത്, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂൾസായിട്ട് എങ്ങനെ NLP യൂസ് ചെയ്യാം, മെമ്മറി ബൂസ്റ്റിങ്ങിന് എങ്ങനെ യൂസ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെ ആഴത്തിൽ ചർച്ച ചെയ്യുന്നൊരു ബുക്കാണ്. ഇംഗ്ലീഷിലുള്ളതാണെങ്കിൽ സിമ്പിൾ ഇംഗ്ലീഷാണ്, ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഇംഗ്ലീഷാണ് ഈ ബുക്ക്. ഈ ബുക്കിന് 100 രൂപ വിലയുള്ളൂ. ശരിക്കും ആത്മമിത്ര പബ്ലിക്കേഷൻസ് ഇത്തരം ബുക്കുകൾ ഇറക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ശരിക്കും കുട്ടികൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യണം, അത് അവർക്ക് യൂസ്ഫുൾ ആയിരിക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബുക്കിനൊക്കെ 100 രൂപ വിലയുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ബുക്കിൻ്റെ അച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പബ്ലിഷർ എന്ന നിലയിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു വിലയാണത്. ശരിക്കും ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് തന്നെയാണ് 100 രൂപ എന്നുള്ളത്. അത് ഒട്ടും ലാഭം എടുക്കാതെ വിൽക്കുകയാണ്. ശരിക്കും ഈ ഒരു ബുക്ക് 100 രൂപയ്ക്ക് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസാധകർ, ഇത് കുറച്ച് നാൾ മുമ്പ് അച്ചടിച്ച ബുക്കാണ്, എന്നിരുന്നാൽ തന്നെയും വളരെ വർത്തിയാണ് ഈ ബുക്ക്. ഞാൻ ഇതിൻ്റെ ഒരു 4-5 കോപ്പി കൂടെ അന്ന് എടുക്കുന്നുണ്ട് ട്രെയിനിങ്ങിൻ്റെ അന്ന്. ശരിക്കും തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് അത് മേടിക്കാവുന്നതാണ്. പിന്നെ മറ്റൊന്ന് ഫൺ വിത്ത് വേർഡ്സ് എന്ന ബുക്കാണ്. അത് ആത്മമിത്രയുടെ ഭാഗമായിട്ട് തന്നെ നിൽക്കുന്ന ഹെഡ്വിങ് ലൂയിസ് എന്ന് പറയുന്ന ഒരു ജെസ്യൂട്ട് പ്രീസ്റ്റിൻ്റെ ബുക്കാണ്. അത് ശരിക്കും ഫൺ വിത്ത് വേർഡ്സ് അതിൻ്റെ പേര് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെയാണ് അതിൻ്റെ ബുക്കിൻ്റെ കണ്ടൻറ്റ്. അതായത് ഇംഗ്ലീഷ് വാക്കുകളെ ഫൺ എന്ന് പറയുമ്പോൾ തമാശ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകളുടെ ഒരു കൂട്ടം. ശരിക്കും നമുക്കൊരു ഇംഗ്ലീഷ് ഭാഷയിൽ വേണ്ടത്ര പ്രാവീണ്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ബുക്ക് കുട്ടികളെ സഹായിക്കും. അപ്പോൾ ആത്മമിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഈ 3 ബുക്കുകളും അന്ന് സെയിലിനുണ്ടായിരിക്കും. കുറച്ച് കോപ്പികളെ ഉണ്ടായിരിക്കത്തില്ല, പരിമിതമായ കോപ്പികൾ. കാര്യം നമുക്ക് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ് കൂടുതൽ. അപ്പോൾ വായിച്ച് വളരുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ രക്ഷകർത്താക്കളും വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കാം, പിന്നെ പിറന്നാൾ സമ്മാനമായിട്ട് കൊടുക്കാം, അങ്ങനെയൊക്കെ പറ്റുന്ന ബുക്കുകളാണ്. അച്ഛൻ ഇതിനും 100 രൂപ വിലയിട്ടിട്ടുള്ളതെന്ന് കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ എനിക്കറിയാം, പബ്ലിഷിങ്ങിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട്, എൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. കാര്യം ഇതൊന്നും ഇതിൻ്റെ ആക്ച്വൽ പ്രൈസേ അല്ല. ഇതൊരു 300 രൂപ വിലയിട്ട് വിൽക്കേണ്ട ബുക്കാണ്. ശരിക്കും ഇതിന് ആ രീതിയിലുള്ള പേപ്പർ ക്വാളിറ്റി ഉണ്ട്. ശരിക്കും ഇത് എങ്ങനെ ഈ വിലയ്ക്ക് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും അദ്ദേഹത്തിന് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ നല്ല രീതിയിൽ അതിനുള്ള ഇൻകം മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ശരിക്കും ഇതൊരു സാമൂഹ്യ സേവനം എന്ന നിലയിൽ ബുക്ക് ലാഭം എടുക്കാതെ വിൽക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിയ വില 100 രൂപയ്ക്ക് തന്നെ ഈ ബുക്ക് കൊടുക്കുന്നു. ഞാനും ഈ ഒരു സർവീസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബുക്കുകളെല്ലാം പ്രചരിപ്പിക്കുന്നതും എല്ലാം. നമ്മൾ ഇതിനകത്തൊന്നും ലാഭം എടുത്തുകൊണ്ട് ചെയ്യുന്നതല്ല. അപ്പം ആത്മമിത്ര റിട്രീറ്റ് സെന്ററിനെ പറ്റി ഇനിയും കുറേയധികം കാര്യങ്ങളുണ്ട്. ശരിക്കും പെരിയാറിൻ്റെ തീരത്തുള്ള മനോഹരമായിട്ടുള്ള കോട്ടേജുകളാണ് അവിടെ ഉള്ളത്. പ്രത്യേകിച്ച് വളരെ പൈതൃകമായിട്ടുള്ള നിർമ്മിതികളാണ്. അതിൽ ശരിക്കും നമ്മളൊക്കെ ടൂറിന് പോകാറുണ്ട്. പലരും എങ്ങോട്ടാണ് പോകാറ് ടൂറിന്? നമ്മൾ ഊട്ടിക്ക് പോകും, കൊടൈക്കനാലിൽ പോകും. അപ്പോൾ ഊട്ടി കൊടൈക്കനാലിലൊക്കെ എന്താണ് നമ്മൾ ഏറ്റവും അധികം അട്രാക്ഷൻ? അപ്പോൾ അവർ പറയും ടൂറിസ്റ്റ് ഗൈഡ് നമ്മളെ കൊണ്ടുപോകും, അതാണ് സൂയിസൈഡ് പോയിൻ്റ് എന്ന് പറയും. എന്താണ്? ജീവിതം അടുക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടോട്ട് പോയി സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക് എപ്പോഴും ഒരു മാതൃക പറഞ്ഞു കൊടുക്കുകയാണോ ചെയ്യുന്നത്? അതേസമയം ആത്മമിത്രയിലേക്ക് പോയാലോ, അവിടെ 4 ദിവസത്തെ കോഴ്സിന് ഒരാളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത് 6500 രൂപ. താമസം ഭക്ഷണം എല്ലാം ഉൾപ്പെടെയാണ് 6500 രൂപ ഈടാക്കുന്നത്. അത് നല്ല രീതിയിൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഉള്ള റിലാക്സേഷൻ കിട്ടി നല്ല ഒരു മൈൻഡ് സെറ്റോടുകൂടി അടിപൊളിയായിട്ട്. ഒരൊറ്റ കോഷനേ ഉള്ളൂ, പെരിയാറാണ് അടുത്ത് ഒഴുകുന്നത്. പെരിയാറിൽ ഇറങ്ങാൻ പാടില്ല. പെരിയാറിനൊരു പ്രത്യേകതയുണ്ടെന്ന് വെച്ചാൽ അവിടെ വല്ലാത്തൊരു ചുഴികളുണ്ട്, പക്ഷേ ഒട്ടും അറിയാൻ പറ്റില്ല. ചെറിയ ആഴം ഉണ്ടെന്ന് വിചാരിക്കും, ഇറങ്ങും. അതിൽ നിർഭാഗ്യവശാൽ ആരും ഇതുവരെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ മരണപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ആ കടവുകളിൽ ഏതാണ്ട് ഒരു 10-20 പേരോളം മരണപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കോഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇറങ്ങരുതെന്ന്. പക്ഷേ ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇറങ്ങുമല്ലോ, അതാണല്ലോ മലയാളികൾ. അതുകൊണ്ട് ആ ഒരു കോഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പെർഫെക്റ്റാണ്. പിന്നെ പലർക്കും പല രീതിയിലും തെറ്റിദ്ധാരണ ഉണ്ടാകാം. കാര്യം എനിക്കും ആദ്യം പോയപ്പോൾ ഉണ്ടായിരുന്നു, ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റ് നടത്തുന്ന സ്ഥാപനത്തിൽ മതപ്രചരണം ഉണ്ടാകുമോ? ഞാൻ 2017 പോയ അതേ ഗിരീഷ് നമശിവായൻ തന്നെയാണ് 2025 ഉള്ളത്. അപ്പോൾ ഒരിക്കലും ആ ഒരു തെറ്റിദ്ധാരണ വേണ്ട.
മതപ്രചരണം ഇല്ല എന്ന് മാത്രമല്ല, ഞാൻ പോയ എല്ലാ ബാച്ചിലും മുസ്ലിം, ക്രിസ്ത്യൻ, ജൈന, ബുദ്ധ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്റേഴ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ടോപ്പ് പേഴ്സണാലിറ്റീസിനെ കാണുന്നത്. കാര്യം വർഷത്തിലൊരിക്കലാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് വരിക. ബേസിക് കോഴ്സ് എല്ലാ മാസവും ഉണ്ടാവും. ബേസിക് കോഴ്സ് ചെയ്ത് അഡ്വാൻസ്ഡ് കോഴ്സും ചെയ്ത് മാസ്റ്റേഴ്സും കഴിഞ്ഞിട്ടാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. ശരിക്കും NLP പഠിപ്പിക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ടെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ട് ഇതിൻ്റെ സത്തറിഞ്ഞ് പഠിപ്പിക്കുന്നത് ആത്മമിത്രയിലാണ്. അതിൽ ബേസിക് കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഒരിക്കലും നമ്മളൊരു ക്വസ്റ്റ്യനിങ് മനോഭാവമായിട്ട് ചെല്ലാതിരിക്കുക. അതായത് എന്താണെന്ന് അറിഞ്ഞു നോക്കാം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യനിങ് മനോഭാവമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ NLP ഏക്കത്തില്ല. കാര്യം NLP ഒരു മൈൻഡ് ഗെയിമാണ്, മൈൻഡ് ബോഡി റിലേഷൻഷിപ്പാണ് NLPയുടെ ഒരു അടിസ്ഥാനം തന്നെ. അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യനിങ് മൈൻഡുമായിട്ട് പോയിരുന്നു കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് പേര് പറഞ്ഞു വിട്ടപ്പോഴത്തേക്ക് ചില ആൾക്കാർ ഗിരീഷ് ഇത്രയൊക്കെ പറഞ്ഞല്ലോ, എന്നാലൊന്ന് കണ്ടു നോക്കാം എന്നുള്ള രീതിയിൽ സിനിമ കാണുന്ന പോലെ ഓരോ എക്സസൈസിലെയും ഒരു 100% അതിൽ വിധേയരാകാതെ ക്വസ്റ്റ്യനിങ് മെൻറ്റാലിറ്റിയോടെ പോയി കണ്ടവരുണ്ട്. അവർക്കത് ഒട്ടും പ്രയോജനപ്പെട്ടില്ല. എന്നാൽ എൻ്റെ റെഫറൻസിൽ പോയിട്ടുള്ള കുറച്ചധികം പേർക്ക് നല്ല പ്രയോജനം കിട്ടുകയും ചെയ്തു. ഞാൻ എൻ്റെ കൂടെ RMC വർക്ക് ചെയ്ത ബിന്ദു മേഡമൊക്കെ പോയിട്ട് അവരത് വലിയൊരു അപ്രീസിയേഷനാണ് എനിക്ക് തന്നത്. വളരെ ഉപകാരമായെന്നുള്ള രീതിയിലാണ് തന്നത്. ബേസിക് കോഴ്സ് നമ്മളെപ്പോഴും NLPയുടെ ബേസിക് കോഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഹീലിങ്ങിന് വേണ്ടി വേണം പോകേണ്ടത്. സെൽഫ് ഹീലിങ്ങിന് വേണ്ടി വേണം പോകാൻ. സെൽഫ് ഹീലിംഗ് ചെയ്ത് ശുദ്ധമായൊരു മനസ്സോടെ കൂടണം അഡ്വാൻസ് കോഴ്സിലേക്ക് പോകാൻ. ഒരിക്കലും ഈ 4 കോഴ്സ് ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാനും ശ്രമിക്കരുത്. അഡ്വാൻസിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള സ്റ്റെപ്സ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അവിടെ ഹീലിംഗ് തന്നെയാണ് നടക്കുന്നത്. ദെൻ മാസ്റ്റേഴ്സ് കോഴ്സിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് 5 ദിവസത്തെ കോഴ്സാണ്. അവിടെയാണ് ശരിക്കും നമ്മൾ തെറാപ്പികൾ പരസ്പരം ചെയ്ത് പരിശീലിപ്പിക്കുന്ന തെറാപ്പികൾ, NLP ബേസ്ഡ് ആയിട്ടുള്ള തെറാപ്പികൾ. ഗ്രാൻഡ് മാസ്റ്റേഴ്സിലേക്ക് പോകുമ്പോഴത്തേക്ക് ഏറ്റവും ടോപ്പായിട്ട് അവിടെ വരുന്ന കുറച്ച് ആൾക്കാർ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പാണ്. 30-35 പേര് താഴെ വരത്തുള്ളൂ. അവരെന്ന് പറയുന്നത് എല്ലാവരും സമൂഹത്തിൽ വളരെ ടോപ്പ് ആൾക്കാരായിരിക്കും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് വരുന്നത്. അരിച്ചരിച്ച് അവസാനം വരികയാണ്. അങ്ങനെ അവർ സ്വന്തമായിട്ട് കോഴ്സുകൾ ഡിസൈൻ ചെയ്യുക, NLP റിലേറ്റഡ് കോഴ്സുകൾ ഡിസൈൻ ചെയ്യുക, അതിനൊരു അവസാനം ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ കൊടുക്കുക. അങ്ങനെ അതാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചെയ്യുന്നത്. എൻ്റെ കൂടെ ഉള്ള ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ബാച്ചിൽ 32 പേരിൽ 17 പേരും സ്വന്തമായിട്ട് ബുക്ക് എഴുതിയവരായിരുന്നു എന്ന് പറയുമ്പം അതിനകത്ത് VC വൈസ് ചാൻസലറായിട്ട് കോഴിക്കോട് സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന വ്യക്തിയുണ്ട്, മുഹമ്മദ് സാറുണ്ട്. അപ്പോൾ അത്രത്തോളം ഒരുപാട് സൗഹൃദങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന സൗഹൃദങ്ങൾ എന്ന് വെച്ചാൽ അത്രയധികം ഡെപ്തുള്ള സൗഹൃദങ്ങളാണ്. എൻ്റെ ബുക്കിലും അതിനെപ്പറ്റിയൊക്കെ പരാമർശമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 2017 പോയി, 19 പോയി, പിന്നെ 22 ലീവ് പീരീഡ് ആയപ്പോഴത്തേക്ക് പോയി ഗ്രാൻഡ് മാസ്റ്റേഴ്സ് വരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. അതുകൂടാതെ അവിടെ പല കോഴ്സുകൾക്ക് പോയി, അച്ഛൻ്റെ കൂടെ ഹെൽപ്പിങ്ങിന് വേണ്ടി പോയി. അങ്ങനെ ഒരുപാട് എനിക്ക് ബന്ധം ഉള്ള ശരിക്കും ഞാൻ വീട്ടിൽ പറയാറുണ്ട് തമാശയ്ക്കായാലും. അതായത് എനിക്ക് തിരുവനന്തപുരത്തും വീടുണ്ട്, അങ്ങ് പുനലൂരും വീടുണ്ട്, കാലടി ചെന്ന് അവിടെ ഒരു വീടുണ്ടെന്ന് ഞാൻ പറയും. കാര്യം അത്രയും നമുക്ക് അടുത്ത ബന്ധമുള്ള ഒരു സെൻ്ററാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ ബുക്ക് സ്വപ്നസഞ്ചാരി എന്ന ബുക്ക് 3 പബ്ലിഷേഴ്സ് ചേർന്നിട്ടാണ് ഇറക്കുന്നത്. അതിൽ പ്രധാനം ഈ ISBN ഒക്കെ എടുത്തു തരുന്നത് ആത്മമിത്ര പബ്ലിഷേഴ്സാണ്. ഈ ബുക്കിൻ്റെ ISBN എടുത്തു തരുന്നത് ആത്മമിത്രയാണ്. പിന്നെ പബ്ലിഷ് ചെയ്യുന്നത് എൻ്റെ G പബ്ലിക്കേഷൻസും പിന്നീട് നമ്മുടെ കേരള ഫോക്കസിൻ്റെ വിഷ്ണുദേവിൻ്റെ കേരള ഫോക്കസ് പബ്ലിഷേഴ്സും ചേർന്നിട്ടാണ് ഈ ബുക്കിനെ അവതരിപ്പിക്കുന്നത്. 3 പബ്ലിഷേഴ്സ് ചേർന്ന് അവതരിപ്പിക്കാൻ വേണ്ടി മാത്രം എന്താണ് ഇതിനകത്തുള്ളതെന്ന് ചിന്തിക്കേണ്ട. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. കാര്യം അതിനകത്ത് ശരിക്കും ജീവിതമായിട്ട് ബന്ധപ്പെട്ടൊരു ബുക്കായതുകൊണ്ട് എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരിലൂടെ എത്തുക എന്നുള്ള ഒരു സതുദ്ദേശം മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നീട് ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞാൽ അവർ കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു സംഘടനയാണെന്ന് പറഞ്ഞല്ലോ, സെൻ്ററാണെന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് വിവാഹം വരെയുള്ള കൗമാരപ്രായം തൊട്ട് വിവാഹം വരെയുള്ള കൗൺസിലിംഗ് അവിടെ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഒരു ഫീസ് പോലും, ഒറ്റ സിംഗിൾ പേയ്മെൻറ്റ് പോലും മേടിക്കാറില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കൗൺസിലിംഗ് ചെയ്യണമെങ്കിൽ മാത്രം അവരിൽ നിന്ന് ഫീസ് മേടിക്കും. പിന്നെ 2022 ഞാൻ അവിടെ ഒരു ലീവ് പീരീഡിൽ കുറച്ച് ദീർഘനാൾ അവിടെ താമസിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ആ സമയത്താണ് ഞാൻ ഇപ്പോൾ എഴുതി പൂർത്തിയാക്കി വെച്ചിരിക്കുന്ന എൻ്റെ തിരക്കഥ സ്റ്റാർട്ടിങ് അവിടെ വെച്ചിട്ടാണ് 2022. അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് സമീക്ഷയിൽ ഒരു പ്രത്യേക റൂമുണ്ട്, അവിടെയാണ് അത് ഒഴിവുണ്ടെങ്കിൽ അവിടെയാണ് താമസിക്കാറ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ 2022 ഒരു തിരക്കഥ എഴുതി തുടങ്ങിയത്. അപ്പോൾ അതിപ്പോൾ ലോക്കാക്കി വെച്ചിരിക്കുന്ന തിരക്കഥ. ശരിക്കും എൻ്റെ പേര് മറ്റും കാര്യങ്ങളും ഞാൻ പിന്നീട് അത് എപ്പോഴെങ്കിലും അത് ഒരു പ്രൊഡക്ഷൻ ഹൗസ് വഴി പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം നമുക്ക് കേൾക്കാം. ശരിക്കും
ഞാൻ അത്രയും പരിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് രൂപം കൊണ്ട തിരക്കഥയായതുകൊണ്ടായിരിക്കും അതൊരു മോട്ടിവേഷൻ സിനിമയാണ്. തന്നെയല്ല മലയാളത്തിൽ അത്ര പരിചിതമല്ലാത്ത ഒരു ജോണറിൽ പോകുന്ന ഒരു സംഭവമാണ്. റിയൽ ടൈം മോട്ടിവേഷൻ ഡ്രാമ എന്നാണ് ഞാൻ ജോണറിന് പേര് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഒരു മീഡിയോക്കർ മൂവിയാണ്, മീൻസ് മധ്യവർത്തി സിനിമയാണ്. അതൊരു ആർട്ട് കലാപരമായിട്ടും കൊമേഴ്ഷ്യൽ രണ്ടും ഒരുപോലെ പോകുന്ന സിനിമയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ 5ാമത്തെ ഡ്രാഫ്റ്റ് എഴുതിയതിന് ശേഷം ഞാൻ പിന്നീട് ഒന്നുകൂടെ ആത്മഹത്യയിൽ പോയി ഫാദർ ടോബിയായിട്ട് സംസാരിച്ചായിരുന്നു. കാര്യം എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ ആത്മഹത്യയിലെ ബേസിക് കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഒരു മൂവി പ്ലേ ചെയ്യാറുണ്ട്. അതായത് ഫേസിങ് ദി ജയൻസ് എന്ന് പറയുന്ന മൂവിയാണ് അത് പ്ലേ ചെയ്യാറ്. അതൊരു NLP റിലേറ്റഡ് മൂവിയാണ്, മോട്ടിവേഷൻ മൂവിയാണ്. അപ്പം ഞാൻ അച്ഛനോട് പറയാറുണ്ട്, എൻ്റെ ഈ മൂവി എന്തെങ്കിലും ഒരിക്കൽ യാഥാർത്ഥ്യമാകും, അപ്പം ആത്മഹത്യയിൽ NLP മൂവിയായിട്ട് മോട്ടിവേഷൻ മൂവിയായിട്ട് എൻ്റെ മൂവി പ്ലേ ചെയ്തുകൂടെയെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അത് ശരിക്കും മോട്ടിവേഷൻ മൂവിയാണ്, പ്ലേ ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല, പക്ഷേ മലയാളത്തിലൊരു പ്രൊഡക്ഷൻ ഹൗസ് ആയിരിക്കുമല്ലോ നിർമ്മിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതുപോലൊരു സെൻറ്ററിൽ അതിൻ്റെ അതോറിറ്റി കൊടുക്കും, അവരത് പ്ലേ ചെയ്യാനുള്ള അതോറിറ്റി. എന്തായാലും ആ ഒരു കടമ്പ എൻ്റെ സിനിമ യാഥാർത്ഥ്യമാകുമ്പോൾ തീർച്ചയായിട്ടും കാലടി ആത്മഹത്യയിൽ അത് പ്രദർശിപ്പിക്കും എന്ന ഒരു കാര്യം. അത് പ്രദർശിപ്പിക്കാൻ അർഹമാണ് അവിടെ. കാര്യം അതുപോലൊരു സെൻറ്ററിൽ വെച്ച് രൂപം കൊടുത്തിട്ടുള്ള ഒരു മോട്ടിവേഷൻ സിനിമയാണ്. അതുകൊണ്ട് തന്നെ അത് അവിടെ പ്രദർശിപ്പിക്കാനുള്ള എല്ലാ ഒരു അർഹതയും അതിനുണ്ട്. പിന്നെ ഫാദർ ടോബി ശരിക്കും ഒരു പുരോഹിതൻ എന്നുള്ളപരിയായിട്ട് അദ്ദേഹം ഒരു മൂവി ലവറാണെന്നുള്ളതാണ്. കാര്യം ആത്മഹത്യ വെച്ചിട്ടാണ് ഞാൻ കൂമൻ എന്ന് പറഞ്ഞ മൂവി ഞങ്ങളെല്ലാവരും കൂടെ പോയി കണ്ടായിരുന്നു അവിടെ വെച്ച്. അപ്പോൾ എല്ലാ ബേസിക് കോഴ്സിൻ്റെ ഭാഗമായിട്ടും ഒരു മൂവി പ്ലേ ചെയ്യുന്നു. അതുകൂടാതെ ചിലപ്പം എല്ലാവരും ഒരുമിച്ചിട്ട് ഒരു മൂവി കാണാൻ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോവുക, അങ്ങനെ വളരെ വളരെ ആക്റ്റീവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ ഊട്ടി പോകുന്നതായിട്ട് ഇതിനെ കമ്പയർ ചെയ്തത്. ഊട്ടി പോവുക, കൊടൈക്കനാൽ പോവുക, പാക്കേജ് ടൂറിൻ്റെ ഭാഗമായിട്ട് പോവുക, എനിക്കറിയാം എത്ര രൂപ ആകുമെന്നുള്ളത്. ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ലെങ്കിൽ പോലും. അതായത് ഒരു 15,000 ഒന്നും അല്ല, ഒരിക്കലും 40,000 50,000 രൂപ ഒരു ഫാമിലി പോയി ഊട്ടി താമസിച്ച് വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു 4-1 പൈസയ്ക്ക് നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ ഇത്രയും നാച്ചുറലായിട്ട് ജാതി മരം ഇങ്ങനെ നിൽക്കുകയാണ്, ചുറ്റും കാടാണ്, ജാതിക്കാട്. അതിൻ്റെ നടുക്ക് ചെറിയ ചെറിയ കോട്ടേജുകൾ, വലിയ സൗകര്യങ്ങളും വലിയ പോഷ് ഫുഡും ഒന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ സിമ്പിൾ ലൈഫ്, എന്നെപ്പോലെ സിംപ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആ ഒരു വൈബിൽ അവിടെ നാച്ചുറലായിട്ടുള്ള വെള്ളമാണ് കിട്ടുന്നത്. നല്ല തണുത്ത വെള്ളം എന്ന് വെച്ചാൽ നമുക്ക് പൈപ്പിൽ നിന്നെടുത്ത വെള്ളം നേരിട്ട് കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ്. കുടിക്കാൻ വേറെ പ്യൂരിഫയർ ഉണ്ട്, എന്നാൽ പോലും നമുക്ക് അത്രയും നാച്ചുറലാണ് സ്ഥലം, നാച്ചുറലാണ്. നമുക്ക് ഒരു നേച്ചർ ലവർ എന്ന നിലയിൽ, പ്രകൃതി സ്നേഹിക്കുന്ന നിലയിലേക്ക് അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു ലോകത്തേക്ക് പോകുന്നുള്ളതാണ് ശരിക്കും. രാത്രി ഒക്കെ വലിയൊരു വൈബ് തന്നെയാണ്. മഴയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് സ്ഥലം ശരിക്കും. നിങ്ങളത് പോകണം ശരിക്കും. അതിൻ്റെ എല്ലാ രീതിയിലുള്ള ശരിക്കും എനിക്ക് അവിടെ നിന്ന് റെഫറലൊന്നും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ഇത് പറയുന്നതുകൊണ്ട് ഞാനങ്ങനെ ഇത് പറയുന്നതിന് എനിക്ക് അവിടെ നിന്ന് റെഫറൽ ലിങ്കൊന്നും കിട്ടുന്നില്ല. പക്ഷേ എനിക്ക് തോന്നിയ കാര്യങ്ങൾ, എൻ്റെ മനസ്സിൽ തട്ടിയ കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ പറയും. അതാണ് എൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ ആ സ്വഭാവം കൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ചില കാര്യങ്ങളിൽ ദോഷം സംഭവിച്ചിട്ടുമുണ്ട്. ഞാനിപ്പോൾ പരമാവധി അത് എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് പോകുന്നുമുണ്ട്. മനോഹരമായ ഡിസൈനുകളിൽ ആകർഷകമായ ഫർണിച്ചറുകൾ, ചെയർമാൻ പ്ലാസ്റ്റിക് മോൾഡഡ് ഫർണിച്ചറുകൾ,